ഹലോ, ഓക്ക് എന്നതിലെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്നതിനെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ താഴെ പറയുന്ന വ്യത്യസ്ത തരത്തിലുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷനുകളെക്കുറിച്ച് പഠിക്കുന്നു. അരിത്മെറ്റിക് ഫങ്ഷൻസ്, സ്ട്രിംഗ് ഫങ്ഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്, ടൈം സ്റ്റാമ്പ് ഫങ്ഷൻസ്. ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഇത് ചെയ്യാം. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുവാൻ ഞാൻ ഉബുണ്ടു ലിനക്സ് 16.04 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, gedit ടെക്സ്റ്റ് എഡിറ്റർ 3.20.1 എന്നിവ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കാം. ഈ ട്യൂട്ടോറിയൽ അഭ്യസിക്കുന്നതിന് നിങ്ങൾ ഈ വെബ്സൈറ്റിലെ മുൻപത്തെ ഓക്ക് ട്യൂട്ടോറിയലുകളിലൂടെ കടന്നുപോയിരിക്കണം. C അല്ലെങ്കിൽ C++ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റിലെ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകളിലൂടെ കടന്നുപോകുക. ഈ ട്യൂട്ടോറിയലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫയലുകൾ ഈ ട്യൂട്ടോറിയൽ പേജിലെ കോഡ് ഫയൽസ് ലിങ്കിൽ ലഭ്യമാണ്. അവ ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്റ്റ് ചെയ്യുക. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എല്ലായ്പ്പോഴും ഓക്കിൽ ലഭ്യമാണ്. ആദ്യം നമ്മൾ അരിത്മെറ്റിക് ഫങ്ഷൻസിനെക്കുറിച്ച് പഠിക്കും. സ്ക്വയർ റൂട്ട് ഫങ്ഷൻ x നമ്പറിന്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് നൽകുന്നു. ഇന്റ് ഫങ്ഷൻ x നെ ഒരു പൂർണ്ണസംഖ്യയിലേക്ക് മാറ്റുന്നു. എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ x ന്റെ എക്സ്പോണൻഷ്യൽ നൽകുന്നു. ലോഗ് ഫങ്ഷൻ x ന്റെ നാച്ചുറൽ ലോഗരിതം നൽകുന്നു. സൈൻ എന്നതും കോസ് എന്നതും sin x, cosine x എന്നിവ നൽകുന്നു. ആർഗ്യുമെന്റ് x റേഡിയൻസിൽ പരാമർശിക്കേണ്ടതുണ്ട്. ഈ ഫങ്ഷൻസ് മനസ്സിലാക്കുവാൻ ഒരു ഉദാഹരണം നോക്കാം. ഞാൻ ഇതിനകം തന്നെ arithmetic_function.awk ഫയലിൽ കോഡ് എഴുതിയിട്ടുണ്ട്. ഇത് കോഡ് ഫയൽസ് ലിങ്കിൽ ലഭ്യമാണ്. ഇവിടെ നമ്മൾ യഥാക്രമം പോസിറ്റീവ്, നെഗറ്റീവ് സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് അച്ചടിക്കുന്നു. അടുത്തതായി നമ്മൾ യഥാക്രമം പോസിറ്റീവ്, നെഗറ്റീവ് സംഖ്യകൾക്കായി പൂർണ്ണസംഖ്യയുടെ മൂല്യം അച്ചടിക്കുന്നു. ഒരു ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും എക്സ്പോണൻഷ്യൽ നമ്മൾ അച്ചടിക്കുന്നു. അതിനുശേഷം നാച്ചുറൽ ലോഗരിതം പോസിറ്റീവ് ആണ്. നെഗറ്റീവ് സംഖ്യകൾ പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നു. 0.52 റേഡിയന്റെ സൈൻ, കൊസൈൻ മൂല്യങ്ങൾ അച്ചടിക്കുന്നു. അത് 30 ഡിഗ്രി. നമുക്ക് ഫയൽ ടെർമിനലിൽ എക്സിക്യൂട്ട് ചെയ്യാം. Ctrl+Alt+T എന്നീ കീകൾ അമർത്തി ടെർമിനൽ തുറക്കുക. cd കമാൻഡ് ഉപയോഗിച്ച് ഫയൽ ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്റ്റ് ചെയ്ത ഫോൾഡറിലേക്ക് പോകുക. awk -f arithmetic_function.awk എന്ന് ടൈപ്പ് ചെയ്യുക. ഔട്ട്പുട്ട് കാണുന്നതിന് എന്റർ അമർത്തുക. ഈ ഔട്ട്പുട്ടിൽ നിന്നും ചില കാര്യങ്ങൾ വ്യക്തമാണ്. സ്ക്വയർ റൂട്ട് ഫങ്ഷൻ ഒരു പോസിറ്റീവ് സംഖ്യയുടെ സ്ക്വയർ റൂട്ട് നൽകുന്നു. നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ ഇത് non അല്ലെങ്കിൽ not a number നൽകുന്നു. int ഏതെങ്കിലും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് സംഖ്യയുടെ വിഭജിച്ച പൂർണ്ണസംഖ്യ നൽകുന്നു. എക്സ്പോണൻഷ്യൽ ഒരു സംഖ്യയുടെ എക്സ്പോണൻഷ്യൽ പവർ നൽകുന്നു. സംഖ്യ വളരെ വലുതാണെങ്കിൽ ഫങ്ഷൻ inf നൽകുന്നു. നാച്ചുറൽ ലോഗരിതം ഒരു പോസിറ്റീവ് സംഖ്യയാണ് ലോഗ് ഫങ്ഷൻ. നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ ഫങ്ഷൻ nan നൽകുന്നു. സൈൻ, കൊസൈൻ ഫങ്ഷൻസ് ബന്ധപ്പെട്ട മൂല്യങ്ങൾ നൽകുന്നു. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങളുടെ മൂല്യം പരിശോധിക്കുവാൻ കഴിയും. ഇപ്പോൾ നമുക്ക് റാൻഡം ഫങ്ഷൻസ് നോക്കാം. റാൻഡം ഫങ്ഷൻ 0 എന്നതിനും 1 എന്നതിനും ഇടയിൽ ഏതെങ്കിലും റാൻഡം നമ്പർ നൽകുന്നു. പക്ഷേ 0 അല്ലെങ്കിൽ 1 കിട്ടില്ല. ഒരു ഓക്ക് എക്സിക്യൂഷനിൽ ജനറേറ്റ് ചെയ്ത നമ്പറുകൾ ക്രമരഹിതമായിരിക്കും. എന്നാൽ ഓക്ക് പ്രോഗ്രാമിന്റെ വിവിധ എക്സിക്യൂഷനുകൾ പ്രവചിക്കാവുന്നതാണ്. റാൻഡം ഫങ്ഷനായി സീഡ് വാല്യൂ x കൊടുക്കുവാൻ srand ഫങ്ഷൻ നൽകുന്നു. x ഇല്ല എങ്കിൽ സീഡ് വാല്യൂ ആയി തീയതിയും സമയവും ഉപയോഗിക്കുന്നു. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഇവ മനസ്സിലാക്കാം. ഞാൻ റാൻഡം ഫങ്ഷനായി ഒരു കോഡ് എഴുതി അതിനെ random.awk ആയി സേവ് ചെയ്തു. ഇവിടെ ഫോർ ലൂപ്പ്, റാൻഡ് ഫങ്ഷൻ,
0 എന്നതിനും 1നും ഇടയിൽ ഒരു റാൻഡം നമ്പർ സൃഷ്ടിക്കും. കിട്ടിയ സംഖ്യ 50 കൊണ്ട് ഗുണിച്ച് അത് പ്രിന്റ് ചെയ്യും. അതിനാൽ ഈ കോഡ് 50നുള്ളിൽ 5 റാൻഡം നമ്പറുകൾ സൃഷ്ടിക്കും. ടെർമിനൽ പോയി ഫയൽ എക്സിക്യൂട്ട് ചെയ്യുക. ഞാൻ ടെർമിനൽ ക്ലിയർ ചെയ്യട്ടെ. ടൈപ്പ് ചെയ്യുക awk സ്പേസ് -f സ്പേസ് random.awk. എന്റർ അമർത്തുക. നോക്കൂ, ഇത് 5 റാൻഡം നമ്പറുകൾ നൽകുന്നു. ഞാൻ വീണ്ടും കോഡ് എക്സിക്യൂട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? മുൻപ് നടപ്പിലാക്കിയ കമാൻഡ് ലഭിക്കുന്നതിന് അപ്പ് ആരോ കീ അമർത്തി എന്റർ അമർത്തുക. awk സ്ക്രിപ്റ്റിന്റെ ഓരോ എക്സിക്യൂഷനിലും ഓരോ ക്രമരഹിതമായ സംഖ്യകൾ ലഭിക്കുന്നു. ഓരോ എക്സിക്യൂഷനിലും നമുക്ക് എങ്ങനെ ഒരു പുതിയ റാൻഡം നമ്പറുകൾ ലഭിക്കും? കോഡിലേക്ക് ഒന്നുകൂടി മാറുക. ഫോർ ലൂപ്പിന് മുൻപ് ടൈപ്പ് ചെയ്യുക srand ഫങ്ഷൻ. ഫയൽ സേവ് ചെയ്യുവാൻ Ctrl S എന്നീ കീകൾ അമർത്തുക. ഇപ്പോൾ ടെർമിനലിലേക്ക് മാറുക. മുൻപ് നടപ്പിലാക്കിയ കമാൻഡ് ലഭിക്കുന്നതിനായി അപ്പ് ആരോ കീ അമർത്തിയ ശേഷം എന്റർ അമർത്തുക. ഇത് റാൻഡം നമ്പറുകളുടെ വ്യത്യസ്തമായ സെറ്റ് നൽകുന്നു. അതിനാൽ ഒരു ആർഗ്യുമെന്റ് ഇല്ലാതെ ഉപയോഗിക്കുമ്പോൾ srand ഫങ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു പുതിയ റാൻഡം നമ്പറുകൾ സൃഷ്ടിക്കാൻ കഴിയും. അടുത്തതായി ചില സ്ട്രിംഗ് ഫങ്ഷൻസ് നോക്കാം. കാണും. ലെങ്ത് ഫങ്ഷൻ ഒരു പ്രത്യേക സ്ട്രിംഗിന്റെ നീളം നൽകുന്നു. ഇൻഡെക്സ് ഫങ്ഷൻ വലിയ സ്ട്രിംഗ് s1 എന്നതിനുള്ളിൽ സ്ട്രിംഗ് s2 എന്നതിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നു. ഉദാഹരണത്തിന് ഇൻഡെക്സ് വിത്തിൻ പാരാന്തസിസ് വിത്തിൻ ഡബിൾ ക്വോട്ട്സ് ലിനക്സ് വിത്തിൻ ഡബിൾ ക്വോട്ട്സ് n എന്നത് 3 നൽകുന്നു. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. awkdemo.txt ഫയൽ തുറക്കുക. awkdemo.txt ഫയലിൽ ഓരോ വിദ്യാർത്ഥിക്കും 4 അക്ക റോൾ നമ്പർ ഉണ്ടെന്ന് നമുക്കറിയാം. ചിലപ്പോൾ ടൈപ്പിംഗ് പിശക് കാരണം ചില റോൾ നമ്പറുകളിൽ തെറ്റായ അക്കങ്ങൾ ഉണ്ടാകാം. awk കമാൻഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഇവ എളുപ്പത്തിൽ കണ്ടെത്താനാകും. ടെർമിനലിലേക്ക് പോകുക. ഞാൻ ടെർമിനൽ ക്ലിയർ ചെയ്യട്ടെ. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ കമാൻഡ് ടൈപ്പ് ചെയ്യുക. ആദ്യ ഫീൽഡിന്റെ നീളം 4ന് തുല്യമാണോ അല്ലയോ എന്ന് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നു. അല്ല എങ്കിൽ ആ റെക്കോർഡ് പ്രിന്റ് ചെയ്യാം. എന്റർ അമർത്തുക. നോക്കൂ, S02 തെറ്റായി ടൈപ്പ് ചെയ്ത ഒരു റോൾ നമ്പർ ആണ്. ഇതിന് 3 അക്കങ്ങളുണ്ട്. മറ്റുള്ളവയെല്ലാം 4 അക്കങ്ങൾ ഉള്ളവയാണ്. സബ്സ്ട്രിംഗ് ഫങ്ഷൻ ഒരു വലിയ സ്ട്രിംഗ് s എന്നതിൽ നിന്ന് ഒരു സബ്സ്ട്രിംഗ് വേർതിരിച്ചെടുക്കുന്നു. ഞാൻ പാരാമീറ്ററുകൾ വിശദീകരിക്കട്ടെ. ഇവിടെ സ്ട്രിംഗ് ഇതാ. a എന്നത് എക്സ്ട്രാക്റ്റ് ചെയ്യുവാൻ ആരംഭിക്കുന്ന സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. b എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ട ക്യാരക്ടേഴ്സിന്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. awkdemo.txt ഫയലിലേക്ക് മാറുക. റോൾ നമ്പറുകളുടെ ആദ്യത്തെ അക്ഷരം ആ വിദ്യാർത്ഥി താമസിക്കുന്ന ഹോസ്റ്റൽ കോഡിനെ സൂചിപ്പിക്കുന്നു. ഹോസ്റ്റൽ A യിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളുടെ പട്ടിക കണ്ടെത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് പറയുക. അത് കിട്ടുവാൻ നമുക്ക് ടെർമിനലിലേക്ക് മാറാം. ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ കമാൻഡ് ടൈപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ string1 എന്ന് സൂചിപ്പിക്കുന്ന സ്ട്രിംഗ് എടുക്കുന്നു. $1 ആദ്യത്തെ ഫീൽഡിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് നമുക്ക് അറിയാം. അതാണ് നമ്മുടെ റോൾ നമ്പർ. അടുത്തതായി പൊസിഷൻ1 എന്ന് ആരംഭിക്കുന്ന ഒരു സബ്സ്ട്രിംഗ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു. അത് ക്യാപിറ്റൽ Aക്ക് തുല്യമാണെങ്കിൽ ഫയലിൽ നിന്നുള്ള ആ വരി പ്രിന്റ് ചെയ്യും. ഔട്ട്പുട്ട് കാണുന്നതിന് എന്റർ അമർത്തുക. ഹോസ്റ്റൽ A യിൽ ഉള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് നമുക്ക് ലഭിച്ചു. ഫങ്ഷൻ സ്പ്ലിറ്റ് നമ്മൾ നേരത്തെ കണ്ടു. അതുകൊണ്ട് ഞാൻ അവ ഇവിടെ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ദയവായി മുൻപത്തെ awk ട്യൂട്ടോറിയലുകൾ നോക്കുക. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നതുമായി ബന്ധപ്പെട്ട മറ്റു ചില ഫങ്ഷൻസ് ഉണ്ട്. awk എന്നതിൽ യുണിക്സ് കമാൻഡ് റൺ ചെയ്യുവാൻ സിസ്റ്റം ഫങ്ഷൻ നമ്മെ സഹായിക്കുന്നു.
നമ്മൾ ഇപ്പോൾ awk കമാൻഡ് എന്നതിലൂടെ യുണിക്സ് കമാൻഡ് ഡേറ്റ് റൺ ചെയ്യും. ഇവിടെ ടെർമിനലിൽ കാണിച്ചിരിക്കുന്നതുപോലെ കമാൻഡ് ടൈപ്പ് ചെയ്യുക, എന്റർ അമർത്തുക. ഇന്നത്തെ തീയതിയും സമയവും ഔട്ട്പുട്ടായി ടെർമിനലിൽ കാണിക്കും. ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇത് ആവശ്യമാണ്? awk കമാൻഡിന്റെ ബിഗിൻ സെക്ഷൻ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ആവശ്യമായ ഔട്ട്പുട്ട് പ്രദർശിപ്പിക്കുന്നതിന് മുൻപ് സിസ്റ്റം ഡേറ്റ് പ്രിന്റ് ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിച്ചേക്കാം. അത്തരം സമയങ്ങളിൽ awk കമാൻഡിൽ നിന്ന് സിസ്റ്റം കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. സിസ്റ്റം, str എന്നിങ്ങനെ ടൈം സ്റ്റാമ്പുമായി ബന്ധപ്പെട്ട ചില ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷൻസിനെ കുറിച്ച് അറിയുവാൻ ഇന്റർനെറ്റിലൂടെ ബ്രൗസ് ചെയ്യുക. ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിക്കുന്നു. നമുക്ക് സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ വ്യത്യസ്ത തരത്തിലുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷനുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അരിത്മെറ്റിക് ഫങ്ഷൻസ്, സ്ട്രിംഗ് ഫങ്ഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്, ടൈം സ്റ്റാമ്പ് ഫങ്ഷൻസ്. ഒരു അസൈൻമെന്റ് ആയി ഇവിടെ awkdemo.txt ഫയലിൽ വിദ്യാർത്ഥിയുടെ പേരിൽ മൂന്നാമത്തെ അക്ഷരമായി സ്മോൾ u ഉള്ള ഓരോ റെക്കോർഡിന്റെയും അവസാനത്തെ ഫീൽഡ് പ്രിന്റ് ചെയ്യുവാൻ ഒരു awk പ്രോഗ്രാം എഴുതുക. ഇനി പറയുന്ന ലിങ്കിലെ വീഡിയോ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിനെ സംഗ്രഹിക്കുന്നു. ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. നിങ്ങളുടെ സമയബന്ധിതമായ ക്വറീസ് ഈ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിന് ഫണ്ട് കൊടുക്കുന്നത് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെയുള്ള ലിങ്കിൽ ലഭ്യമാണ്. ഇത് IIT ബോംബെയിൽ നിന്നും വിജി നായർ പങ്കെടുത്തതിന് നന്ദി.